പുള്ളി പരിചയപ്പെടണമെന്ന് തോന്നുന്നു. പരിചയപ്പെടണമെങ്കിൽ പരിചയപ്പെടണോ ഇയാളെ? എന്താ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ മെന്റലിസ്റ്റാ ഇവൻ? ഈ കാണുന്ന പോലെയൊന്നുമല്ല. ലോകത്തിൽ 5 മെന്റലിസ്റ്റുകളുടെ പേരെടുത്തല്ല അതിലൊന്നും ഇവനാ. എന്നോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചേക്കാൻ്റെ രാവോ? കമ്പനിയല്ലേ, റിലാക്സ്ഡ് അല്ലേ? ഓക്കെ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നീ വല്ല മരുന്നും കലക്കി കൊടുത്തോ? മരുന്നും മന്ത്രമൊന്നും അല്ല. നീ കേക്ക് രമേശ. കൊടുത്തിട്ട് വെള്ളം കൊടുത്തു കേട്ടോ. വെള്ളം കുടിച്ചോ? വെള്ളം നല്ലതല്ലേ? വെള്ളം കുടിച്ചോ. ഓടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? റോജിനോട് കുഴപ്പമുണ്ടോ? വെള്ളം വേണോ? കുടിച്ചോ. വെള്ളം കുടിക്കുക കേട്ടോ. അണ്ണാ ഇത് താൻ റൊമാൻറ്റിക്. ഇതാ നിന്നെ പിന്നെ കണ്ടോളാം. അതെന്തിന്? എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. A few minutes later. അനാമിക കണ്ണ് തുറക്കുമ്പോ ഇവിടെ ഉള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷെ ഒരാളെ മാത്രം ഇടയ്ക്കിടയ്ക്ക് നോക്കും. റൈറ്റ് ടീഷർട്ട് ഇട്ട ജിഷ്ണുവിനെ ആയിരിക്കും. കാരണം ജിഷ്ണുവിനോട് നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു പ്രണയമുണ്ട് കേട്ടോ. ഒരു ചെറിയ പരിഭവം ഉണ്ടായിരുന്നുള്ളൂ സത്യ. പക്ഷെ അതൊക്കെ എനിക്കിപ്പോ മാറി. പൊന്നെ ഉദാഹരണല്ലേ പറയണേ. 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി. ജിഷ്ണുവിന്റെ ഫേസ് കണ്ടാൽ തന്നെ നമുക്കൊന്ന് ഉമ്മയല്ല പ്രേമിക്കാൻ തോന്നും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കരണക്കുട്ടിക്ക് നല്ല വീക്ക് കിട്ടിയിട്ടുണ്ടോ? എന്താണ്ടാ? അല്ല ഇങ്ങനെ സ്വഭാവം വെച്ച് നോക്കുമ്പോ മോറ് വീങ്ങണ സമയം കഴിഞ്ഞ്. എന്താണ്ടാ എന്റെ സ്വഭാവത്തിനൊരു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. നല്ല മൊഞ്ചത്തികളെ കണ്ടാല് ഇങ്ങനെ കണ്ണു മഞ്ഞളിക്കുന്നതും പാ നിറച്ച് വെള്ളം നിറയുന്നതും ഞമ്മള് കണ്ടിട്ടുണ്ട്. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു തരുള്ളൂ. ജിഷ്ണുവിന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട്? നല്ല ക്യാരക്ടർ, നല്ല ക്യാരക്ടർ. ശരിക്കും പറ, എല്ലാവരും കേക്കട്ടെ, 4 പേര് അറിയട്ടെ. നല്ല ക്യാരക്ടർ, നല്ല ക്യാരക്ടറാണ്. സാർ ഇതെന്തൊരു മാജിക്കാ? മാജിക് അല്ലടാ, ചാത്തൻ സേവ. എനിക്ക് വീട്ടിൽ പോണം. അല്ല എനിക്ക് ബൈക്കിൽ പോകാനുള്ളത്. എനിക്ക് വീട്ടിൽ പോകാനുള്ളതാ. അല്ല എനിക്ക് വീട്ടിൽ പോകണത്. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. മനുഷ്യൻ എങ്ങനെ ഇനി ഇവിടെ തുടങ്ങും? ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിയാ. ജിഷ്ണുവിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ? ഉണ്ടല്ലേ. സോഫ്റ്റ് കോർണർ എന്ന് വെച്ചാൽ ഈ ഇഷ്ടം എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നുണ്ട്. എന്ത്? ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ലേ മഹാദേവ?